ദുഃഖവെള്ളിയാഴ്ചയുടെ പ്രാർത്ഥനകളിൽ മുഴുകിയിരിക്കുന്ന എൻ്റെ സുഹൃത്തുക്കളോട് മാനസികമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഈ ദിവസത്തിൽ യേശുദേവൻ്റെ ജീവിതവും വിശുദ്ധ വേദപുസ്തകവും സംരംഭകരിലേക്ക് സന്നിവേശിപ്പിക്കുന്ന 5 സന്ദേശങ്ങൾ കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. 5 പ്രലോഭനങ്ങളിൽ നിങ്ങൾ മാറി നിൽക്കണം എന്നാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട തോന്നൽ എന്ന് പറയുന്നത്, ഏറ്റവും വലിയ പ്രലോഭനം എന്ന് പറയുന്നത് ഐ ആം വീക്ക്, ഞാനൊരു കഴിവില്ലാത്തവനാണ്, അല്ലെങ്കിൽ ഞാൻ ശേഷിയില്ലാത്തവനാണ് എന്നുള്ള തോന്നലാണ്. അതില്ലാതാകേണ്ടിയിരിക്കുന്നു. ഐ ആം ഷൈ, ഞാൻ വളരെ ഷൈ ആയിട്ടുള്ള ആളാണ്, എനിക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ സംസാരിക്കാൻ, മറ്റുള്ളവരുടെ മുമ്പിൽ ചില പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് എന്ന നിങ്ങളുടെ മനസ്സിൻ്റെ തോന്നൽ, അതാണ് രണ്ടാമത്തെ പ്രലോഭനം. മൂന്നാമത്തെ പ്രലോഭനം ഞാൻ പ്രിവിലേജ്ഡ് ആണെന്നുള്ളതാണ്. ഞാൻ ഇതിലൊന്നും പെടേണ്ട ആളല്ല, ഞാൻ ഇങ്ങനെയൊന്നും ചെയ്യേണ്ട ആളല്ല, ഞാൻ ഇതിനേക്കാൾ എന്തോ വലിയൊരാളാണ് എന്നുള്ള തോന്നലാണ് മൂന്നാമത്തെ പ്രലോഭനം. നാലാമത്തേത് ഐ ആം നോട്ട് ക്ലീൻ, ഞാനത്ര വെടിപ്പല്ല എന്നുള്ള തോന്നലാണ്. അങ്ങനെ തോന്നിപ്പോയി കഴിഞ്ഞാലും നമ്മൾ വലിയ പ്രലോഭനത്തിന് അടിമയായി പോകും. അവസാനത്തെ കാര്യം എന്ന് പറയുന്നത് ഐ എം ടു ലേറ്റ്, ഇതൊക്കെ പണ്ടേ ചെയ്യേണ്ടായിരുന്നു, ഇനിയിപ്പോൾ ഈ പ്രായത്തിൽ എന്നാ ചെയ്യാനാ എന്ന് ചോദിക്കുന്ന ഒരു രീതി. അതുകൊണ്ട് ഈ 5 പ്രലോഭനങ്ങളിൽ നിന്ന് മുക്തി നേടാനുള്ള ശക്തി ഈ ദിവസങ്ങളിലെ പ്രാർത്ഥനയും ഉപവാസവും ദൈവം നിങ്ങൾക്ക് തരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അത്തരം പ്രലോഭനങ്ങളിൽ വീഴാതിരിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ സംരംഭത്തിൽ വിജയികളായിത്തീരുന്നത്.